ഇനി ഡയറക്ടർ ഡോക്ടർ ദിവ്യ അതാണ് കഴിഞ്ഞോട്ടെന്ന് നാട് വാങ്ങിച്ചിട്ട് ഉറങ്ങാൻ വയ്യ. ഞാൻ കൊടുത്തോണ്ട് എന്റെ പൈസ സ്വാഭാവികമായ ആവിഷ്കാരത്തിന്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവത്താണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അയാൾ എന്നോട് സംസാരിക്കുമ്പോഴോ ആ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറയുമ്പോഴോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന് നിലവറക്കകത്തെ ഭൂതത്തിന് ശക്തി. പൗർണമിയുടെ ശോഭ കെടുന്നുണ്ട്. ഭൂതത്തെ പുറത്തിറക്കാൻ സാധിക്കും. പാടാൻ വേണ്ടി ഞാൻ വന്നിരുന്നു കുറച്ച്. അതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് ആൾക്കാരുള്ള കാരണം. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഷയെ അഭിനയിച്ച് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് വലിയ പ്രോത്സാഹനം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാത്തരം വലിയ വിജയങ്ങളായിരുന്നു. കലാപരമായി സാമ്പത്തികം പുതിയ അഭിനേതാക്കൾ ഇന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി ശിക്ഷയിൽ കിട്ടിയ ആസിഫും പ്രവീണനും എന്നേക്കാൾ ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെയാണ്. അത് എനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തായതുകൊണ്ടൊക്കെ എനിക്ക് കിട്ടിയതാണ്. അതുപോലെ സൗബിൻ, നദി, ഷംന ഭാര്യയോടൊന്ന് സ്റ്റാൻഡാൻ പറഞ്ഞതാണ്. ആ സിനിമയുടെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ സ്ഥാനത്തെ ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവൂ. മലയാളികൾക്ക് മാത്രമേ ഇങ്ങനെ സിനിമ ചിന്തിക്കാൻ ഉൾക്കൊള്ളാൻ. നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തനം എപ്പോഴും ചോദിക്കുന്നത് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെയൊരു എന്താ ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്. ഒട്ടും ഉത്തരവുള്ളൂ. ഇവിടെ അത് കാണാൻ ആളുള്ളതുകൊണ്ട്